ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛനെന്ത് എവിടെയായിരുന്നു? ഞാനിവിടെ തനിച്ചല്ലേ, അത് ഓർമ്മ വേണ്ടേ അച്ഛാ? അച്ഛൻ ഒരുപാട് ദൂരെയായിരുന്നു. നിനക്ക് നിന്റെ അച്ഛൻ ഓഹരി തന്നില്ല. ആഗ്രഹിച്ചതിന് പകരമായിട്ട് ഒരു നുള്ളു മണ്ണ് പോലും തന്നില്ല. പക്ഷേ നിന്നെ എവിടെ ഇരുത്തിക്കൊണ്ട് ഞാൻ നിന്റെ അച്ഛനോട് ചോദിച്ചാ അയാൾ എന്റെ മേശപ്പുറത്ത് പണം കൊണ്ടുവന്ന് വെക്കും. അത് വെറും തോന്നല സാറേ. എനിക്ക് എന്ത് പറ്റിയാലും അച്ഛൻ വരില്ല. ഗുണം അല്ലാതെ എന്തു പറയാനാ? പിന്നെ ദേ മോളെ, ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാ ദാ ഇവന്മാര് വാങ്ങിച്ചോണ്ട് വരും. റെസ്റ്റ് എടുക്കാനാണെങ്കിൽ ആവശ്യത്തിന് മുറികളുണ്ട്. വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും ആവശ്യം വന്നാ ഒരു വാക്ക് മാത്രം പറഞ്ഞാ മതി, അത് നിന്റെ മുമ്പിലെത്തിയിരിക്കും. എന്ന് പറഞ്ഞ അല്പം സൗഭാഗ്യമുള്ള തടവുകാരിയായിട്ട് കുട്ടിക്ക് എവിടെ ഇരിക്കാം. അതല്ല, മറിച്ച് ചില ലേഡീസ് സൂപ്പർ സ്റ്റാറെ പോലെ വിചാരിച്ച് ചില മണ്ടത്തരങ്ങളൊക്കെ കാണിച്ച അങ്ങനെ എന്തെങ്കിലും മോളുടെ ഭാഗത്തുനിന്നുണ്ടായാ എനിക്ക് മേലും കീഴെന്ന് നോക്കാനില്ല, തീർത്തു കളയും ഞാൻ. തൽക്കാലം നീ സേഫാ. നീ നന്നായിരിക്കുന്നിടത്തോളം കാലം. കേട്ടോടി? വാടാ. മോളെ, 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 അച്ഛനെന്ത് എവിടെയായിരുന്നു? ഞാനിവിടെ തനിച്ചല്ലേ, അത് ഓർമ്മ വേണ്ടേ അച്ഛാ? അച്ഛൻ ഒരുപാട് ദൂരെയായിരുന്നു. മോളുടെ കാര്യം ആലോചിച്ചപ്പോ തിരക്കട്ടിങ് വന്നതാ. ഒരുപാട് അലഞ്ഞു നടന്നോ? ഇല്ല. അച്ഛന്റെ മുഖത്തൊക്കെ നല്ല ക്ഷീണമുണ്ട്. സ്നേഹിക്കുന്ന കണ്ണോണ്ട് നോക്കിയാൽ ചെറിയ ക്ഷീണം പോലും തിരിച്ചറിയാം. മോളുവാ. എങ്ങോട്ട്? അച്ഛനല്ലേ വിളിക്കുന്നേ, നമുക്കൊരുപാട് സംസാരിക്കാനുണ്ട്. മോളുവാ. എന്താ അച്ഛാ? ഒന്നുമില്ല. അച്ഛൻ മോളെ കാണുകയല്ലേ. അച്ഛൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ച് എന്തെങ്കിലും? ഉണ്ട് മോളെ. മോളിപ്പോ ഒരു തീരുമാനം എടുത്തില്ലേ ഹരിയുടെ കാര്യത്തില്? അങ്ങനെ ഒരു കാര്യം അച്ഛന്റെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്നു. അച്ഛൻ എന്നോട് വെറുതെ പറയല്ലോ. ഹരി നല്ലവനാ. അവൻ മനസ്സ് നിറയെ നന്മയുള്ള ഒരുത്തനാ. മണ്ണിനെയും മനസ്സിനെയും അടുത്തറിയുന്നവനാ. ഞാൻ ഹരിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അയാളെ കാണാൻ ഒത്തിരി വൈകിപ്പോയിന്ന്. എന്നിട്ട് ഹരി എന്താ പറഞ്ഞത് അച്ഛാ? അയാളുടെ ഉള്ള് അന്ന് ഞാൻ അളന്നില്ല, പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി. അയാൾ ഉള്ളിന്റെ ഉള്ളിൽ സ്വപ്നങ്ങൾ കൂട്ടിവെച്ച് നടക്കായിരുന്നു. ഒരുപാട് മുൻപേ ഞാൻ ഹരിയോട്
എന്നോട് തുറന്നു പറയായിരുന്നു. പക്ഷേ ഞാൻ നിന്നിരുന്ന സാഹചര്യങ്ങള് അച്ഛനറിയാലോ. ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. നിങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചതും അത് തന്നെയാ. ഇനി എന്നും മോളിച്ചിരിക്കുക തന്നെ വേണം. എന്നും നല്ല സ്വപ്നങ്ങൾ കാണണം. പിന്നെ അച്ഛന്റെ കൈപിടിച്ച് നടന്ന് ആ സ്വപ്നങ്ങളൊക്കെ പൂർത്തിയാക്കണം. അച്ഛാ. മോളെ, അച്ഛൻ മോളുടെ കൂടെ തന്നെയുണ്ട്. മോൾക്ക് സന്തോഷവും സൗഭാഗ്യങ്ങളും ഉണ്ടായേക്കാവുന്ന ഓരോ നിമിഷവും അച്ഛൻ നിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും കേട്ടാ. അച്ഛാ, ഞാൻ അച്ഛന്റെ മടിയിലൊന്ന് കിടന്നോട്ടെ? അതിനെന്തിനാ ചോദിക്കുന്നേ? മോള് കിടന്നോ. മോള് കരയുന്ന കാണുമ്പോ അമ്മ ചില പരാതികളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. വരാനിരിക്കുന്ന നല്ല കാലത്തിന്റെ സൂചനയാണെന്നും പറഞ്ഞ്. ഹരിയെ തെരഞ്ഞെടുത്തതിലും നല്ലൊരു കാര്യം എന്റെ മോളിന് ചെയ്യാനില്ല. എന്റെ മോൾക്ക് ഉറക്കം വരുന്നുണ്ടാ? വരുന്നുണ്ട് അച്ഛാ. അച്ഛന്റെ മടിയിൽ ഇങ്ങനെ കിടക്കുമ്പോ വല്ലാത്തൊരു സമാധാനം. അച്ഛന്റെ കൈ തലയിൽ തൊടുമ്പോ കണ്ണുകളൊക്കെ താൻ അടഞ്ഞു പോകുന്നത് പോലെ. ഉറങ്ങിക്കോ, മനസ്സമാധാനായിട്ട് ഉറങ്ങിക്കോ. അച്ഛന്റെ മോൾക്ക് അച്ഛൻ കാവലുണ്ട്. നല്ലൊരു മീൻ കഴിച്ചിട്ട് കാലം കുറയായി. അതാരും നടയിൽ ശാന്തായിട്ട് കിടക്കുന്ന. അയ്യോ നിത്യ. മധുര നൊമ്പരക്കാറ്റ്